ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഓരോ വ്യക്തികൾക്കും അവരുടെ മതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഒറീസ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളൊക്കെ നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും അവരുടെ മതം സ്പ്രെഡ് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ പറ്റില്ല എന്ന് നമ്മുടെ ഭരണഘടനയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. आज प्रयागराज के महाकुंभ में मैंने स्नान किया, बड़ी खुशी महसूस हुई। मैं इस पवित्र भूमि से पूरे देश के मुसलमानों से अनुरोध करता हूं कि वो सनातन धर्म में घर वापसी के संबंध में विचार करें। मैं एक ऐसा संगठन तैयार कर रहा हूं अपने मित्रों के माध्यम से, जो हमारे संगठन के माध्यम से मुस्लिम परिवार सनातन धर्म में घर वापसी करेंगे उनको हम प्रति माह 3,000 रुपए देते रहेंगे उस वक्त तक जब तक कि वो पूर्ण रूप से सनातन धर्म में सेटल ना हो जाए। और जो लोग कारोबार भी करना चाहेंगे उनको कारोबार से भी, छोटे कारोबार से जोड़ने की कोशिश करेंगे। लेकिन आपको कट्टरपंथी मानसिकता से बाहर निकलना पड़ेगा, आपको जिहादी मानसिकता से बाहर निकलना पड़ेगा। अपनी खुशी से सनातन धर्म में घर वापसी कीजिए, सनातन धर्म आपका स्वागत करता है। ഈ വ്യക്തി പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളോടും സനാതന ധർമ്മത്തിലേക്ക് വരണം എന്ന് അപേക്ഷിക്കുകയാണ് ഈ വ്യക്തി. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ മുസ്ലിംസിനും 3,000 രൂപ വെച്ച് പ്രതിമാസം നൽകുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് ഉണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഈ വ്യക്തി ഇവിടെ ചെയ്തിട്ടുള്ളത് സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കുകയല്ല, അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം സനാതന ധർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3,000 രൂപ കൈക്കൂലി തരാം എന്ന് പറയുന്നത് പോലെയാണ് മാസത്തിൽ 3,000 രൂപ തരാം എന്ന് പറയുന്നത്. അത് ആ ഒരു സനാതന ധർമ്മത്തിലേക്ക് ആൾക്കാരില്ലാത്തത് കൊണ്ട് പണം കൊടുത്ത് ആളെ വാങ്ങിക്കുന്നതിന് തുല്യം പോലെയാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള കാര്യം, ഇത് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും, കുംഭമേള നടക്കുന്ന സ്ഥലമാണ്, അതായത് ഉത്തർപ്രദേശ്. ഏറ്റവും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആന്റി കൺവേർഷൻ ലോ ഉള്ള ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വ്യക്തിയുടെ പേരിൽ ഇതുവരെ ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതേ സിറ്റുവേഷനിൽ ഒരു മുസ്ലിം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ, ഒരു ഹിന്ദുവിൻ്റോട് മുസ്ലിമായി കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ പണം തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നു. ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് പ്യുവർ കേസ് ഓഫ് ആന്റി കൺവേർഷൻ ലോയിൽ പെടുന്ന ഒരു ക്രൈം തന്നെയാണ്. കാരണം പണം കൊടുത്ത് ഫോഴ്സ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യിക്കാനാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ആന്റി കൺവേർഷൻ ലോയിൽ പ്രകാരം ഓഫറിംഗ് മണി, അതായത് റിലീജിയൻ മാറാൻ വേണ്ടിയിട്ട് മണി ഓഫർ ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏകദേശം മിനിമം 7 വർഷം തടവും 10 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. ഇതിനെതിരായി നിയമ നടപടി എടുക്കുമോ അറിയില്ല, കണ്ടിരുന്നു കാണാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.